ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. YTVയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാടവന സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിന്റെ മുൻപിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. നമുക്ക് ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഇടവക നിവാസികളോടും അച്ഛനോടും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ നമുക്കൊന്ന് അറിയാൻ പറ്റും. ഇത് വേറെ ഒന്നുമല്ല, തിരുവോസ്തി മാംസമായ ഒരു യഥാർത്ഥ സംഭവമാണ്. നമുക്കാർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനും മോളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് വരാപ്പുഴ രൂപതയുടെ കീഴിലുള്ള കൊച്ചി മാടവനയിലുള്ള സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചാണ് ഈ കാണുന്നത്. ചർച്ചിന്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദേവാലയത്തില് കഴിഞ്ഞ 8/4 ഞായറാഴ്ച നടത്തിയ ദിവ്യബലിയിലാണ് ഈ ഒരു മഹാ അത്ഭുതം നടന്നത്. ഈ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആഗ്നസ് എലീഷ്യ എന്ന 10ാം ക്ലാസ്സുകാരി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സമയത്ത് നാവിലിരുന്ന് ആ ദിവ്യകാരുണ്യം മാംസമായി മാറിയ വളരെ വലിയൊരു അത്ഭുതമാണ്. എന്തായാലും ഈ ഒരു അനുഭവം നമുക്ക് ആ കുട്ടിയിൽ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ആഗ്നേലിഷ വിജയ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. CKCHS കൊല്ലൂരിൽ. ആദ്യം എത്ര ദിവസം മുമ്പാണ് മോൾക്ക് ഇത് ആദ്യമായിട്ട് ഈ ഒരു അത്ഭുതം അനുഭവപ്പെട്ടത്? 2 ആഴ്ച. എന്താണ് ശരിക്കും സംഭവിച്ചത്? അന്ന് കയ്യില് സ്വീകരിച്ചപ്പോഴേക്കും കയ്യിൽ വെച്ച് തന്നെ ഓസ്തിയുടെ സെന്ററിൽ നിന്ന് ബ്ലഡ് ഒഴുകിയിട്ട് ഇപ്പുറത്തെ കയ്യിലോട്ട് വന്നു. അന്ന് അത്രക്ക് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായില്ല. ഈ ഇടവക ജനങ്ങളെ തന്നെ ആരാധന പോലെ കാണിച്ചു. അതിന് ആരാധന നടത്തി അച്ഛൻ ടെസ്റ്റിന് വന്നു. പിന്നീട് ഞാനത് കയ്യിൽ സ്വീകരിച്ചിട്ട് നാവിലോട്ട് വെച്ചു. നാവിൽ നിന്ന് ബ്ലഡ് ഒഴുകുകയാണ് ചെയ്തത്. ആദ്യത്തെ പ്രാവശ്യം സ്വീകരിച്ചപ്പോ കയ്യിൽ നിന്ന് ഒഴുകി വന്ന ബ്ലഡ് എന്നോട് കൺസ്യൂം ചെയ്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ടേസ്റ്റ് അറിയായിരുന്നു. എനിക്കൊരു ഫ്ലേവർ കിട്ടിയപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന കൊച്ചിനെ വെറുതെ ഒന്ന് കാണിച്ചു കൊടുത്തു. അവള് പറഞ്ഞ് ബ്ലഡ് ഉണ്ട് പറഞ്ഞ് എന്നിട്ട് വേഗം അടുത്തിരുന്ന മിസ്സിനെ വേഗം പറഞ്ഞു കൊടുത്തിട്ട് മിസ്സാണ് അച്ഛനെ വിളിച്ചത്. അധികം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത് സംഭവിച്ചത് ഇതുപോലെ കയ്യിൽ വാങ്ങിച്ചിട്ട് നാവിലോട്ട് വെക്കുക ചെയ്ത് ഇറക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായില്ല. അങ്ങനെ പഠിച്ചിരിക്കുന്ന ടേസ്റ്റ് പിന്നെ വന്നിട്ട് അടുത്തിരിക്കുന്ന വിളിച്ച് കാണിച്ചു. ആ കൊച്ച് മിസ്സിനെ വിളിച്ചിട്ട് പിന്നെ അച്ഛൻ ആ കുർബാന കൊടുത്തു കഴിഞ്ഞിട്ട് വന്ന് ക്ലാസ്സിലോട്ട് മാറ്റിയത്. എന്തായാലും ഈ പള്ളിയിലെ കപ്പേര് ഇവിടെ ഉണ്ട്. നമുക്ക് കപ്പേരച്ചനോട് കൂടി നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് ജോസഫ്. പള്ളിയിലെ കപ്പേരാണ്. എത്ര നാളായി ഇവിടെ? ഇത് നമ്മുടെ 3ാമത്തെ ആഴ്ച. ആദ്യം അല്ല ചേട്ടനോട് കപ്പേരായിട്ട്? ഞാൻ കപ്പേരായിട്ട് 25 വർഷം. ഓക്കെ. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു? ഇത് ആദ്യത്തെ ആഴ്ചയിൽ ഹോസ്തി കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഹോസ്തി ബ്ലഡായി. അത് തിരിച്ച് അച്ഛൻ വന്നപ്പോൾ കൊടുത്തേച്ച് അച്ഛൻ ഇങ്ങനെ പോകുന്നു. തിരിച്ചച്ഛൻ വന്നപ്പോൾ ഇത് കൊടുക്കുക അങ്ങനെ തന്നെ. അപ്പോൾ കറക്റ്റ് അപ്പോൾ എന്നെ അവിടെ വരുമ്പോൾ തന്നെ എന്നെ അച്ഛൻ കാണിക്കും. ഞാൻ ആൾക്കാരെ തന്നെ ഉണ്ടാവും. സാധാരണ ഇപ്പം തന്നെ വിളിച്ച് കാണിച്ചിട്ട് ഇത് അവിടെ നമ്മുടെ ഒരു വിലാസയിൽ വെച്ച് ഒന്ന് വനക്കൊന്ന് അത്ര ആൾക്കാരെ കാണിച്ചതാണ്. എല്ലാം ഒരു ആരാധന നടത്തി കാണിച്ച് അത് ഒരു 2-2:30 മണി വരെ വന്ന് അത് കാണിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ സെക്രട്ടറിയിലേക്ക് മാറ്റി. പിന്നെ ആഴ്ചയിൽ അച്ഛൻ ധ്യാനത്തിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അച്ഛൻ ഫസ്റ്റ് ബാച്ചിൽ അച്ഛൻ ധ്യാനത്തിന് പോയി വെള്ളിയാഴ്ച പിറ്റാഴ്ച വെള്ളിയാഴ്ച വന്ന് ഞായറാഴ്ച കുർബാനക്ക് അതുപോലെ കൊച്ചി വെച്ചിട്ട് നാവിലേക്ക് വെച്ചത്. നാവിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ബ്ലഡായി പോയി. അത് ഇതുപോലെ ഒരു പിരാസലി തിരിച്ചച്ഛൻ വന്നപ്പോൾ മേടിച്ച് ഇതുപോലെ വെച്ചൊരു 3ാമത്തെ തവണ ഈ ഒരു അത്ഭുതം സംഭവിച്ചപ്പോഴാണ് എല്ലാവരെയും അറിയിച്ചതല്ലേ? ഈ രണ്ടിലും നമ്മൾ ആരെയും ഫോട്ടോയും എടുപ്പിച്ചില്ല, ഒന്നും എടുപ്പിച്ചില്ല. അച്ഛൻ പ്രത്യേകം പറഞ്ഞു ഒന്നും വേണ്ട, നമുക്കിതൊരു
ആയിട്ട് തോന്നിയത് നമ്മൾ അത് കൂടുതൽ പരസ്യമൊന്നും ആക്കണ്ട. അതുകൊണ്ട് ആരെക്കൊണ്ടൊന്നും ഫോട്ടോ ഒന്നും ആരെക്കൊണ്ട് എടുപ്പിച്ചില്ല 2 പ്രാവശ്യം. ആൾക്കാരെ ഇവിടെ ഉണ്ടായ നമുക്കൊരു സാക്ഷിയായിട്ട് ഇത്ര ആൾക്കാരെ കാണിച്ച് പുറത്തുനിന്ന് കുറേ ആൾക്കാർ വന്നു. ഈ ഇന്നലെ ഇതിങ്ങനെ ഇത്തിരി ഭയങ്കര ഇതായിട്ടാണ് ശരിക്കും നല്ല ഒരു ഇതായിട്ട് വന്നു. അത് വെച്ചപ്പോൾ വെച്ചൻ പറഞ്ഞ എന്താണ് കുറച്ച് ഇത്രയും 3ാമത്തെ പ്രാവശ്യമല്ലേ കുറച്ച് ആൾക്കാരത് കണ്ടോട്ടെ, അങ്ങനെയാണ് ഇത് വെച്ചത്. ഇന്നലെ അങ്ങനെ 5 മണി വരെ പിതാവ് 5 മണിക്ക് വന്നവരും അത്ര ഭയങ്കര തിരക്കാണ് ആൾക്കാർ ഭയങ്കര. അത് കഴിഞ്ഞിട്ട് ഞാൻ 9:30 എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയത്. ഇത് ഉണ്ടെന്ന് എനിക്ക് ആൾക്കാർ വന്നിട്ടിരിക്കുന്നത് ഇങ്ങനെ ആൾക്കാർക്ക് അറിയില്ല കൊണ്ടുപോയിരുന്നു. അതിന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, പള്ളി അടക്കാനും പറ്റാണ്ട് 9-9:30 ആയപ്പോഴാണ് ഞാൻ കൂട്ടി പോയത്. ഇന്നലെ അത്രയും ജനം പങ്കെടുത്ത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് അച്ഛൻ്റെ പ്രാധാന്യം എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ പ്രാർത്ഥന ചെയ്തിരുന്നു. അച്ഛൻ പുള്ളി ഇപ്പോൾ വന്നിട്ടുണ്ട് 2 മാസങ്ങളിലൂടെ വന്നിട്ട് 2 മാസം വളരെ പ്രാർത്ഥന ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും പള്ളിയിലും കാര്യങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളിലും പുള്ളി എല്ലാ കാര്യമായിട്ട് വൈദികനാണ്. അതുകൊണ്ട് പുള്ളിയുടെ ഒരുപാട് ശക്തി ഇതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഈ 25 കൊല്ലത്തിനുള്ളിൽ ഇതെല്ലാം ഇനി അരമനയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുണ്ടാവുള്ളൂ. പിതാവ് ഇന്നലെ അതിന് സംസാരിച്ചു. അവിടെ ഈ കുടുംബത്തിന് യാഗന എന്ന് പറഞ്ഞ കുട്ടീനെ മാതാവിനെ പിതാവിനെ അവിടെ നിർത്തി ആൾക്കാരെ തന്നെ നിർത്തി കാര്യങ്ങളൊക്കെ അതിനോട് ചോദിച്ചിറങ്ങി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ട് നമുക്കത് പ്രദർശിപ്പിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതിന് പല പല ഉത്തരവാദിത്തങ്ങൾ അതിലുണ്ട്, അതൊക്കെ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പിതാവിനൊപ്പം പറഞ്ഞു ഇത്രയും ജനം ഇവിടെ ഉണ്ടെന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിലായിരുന്നു. അത്രയും ജനവും പിതാവുന്നില്ല. അത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭക്തി കാര്യങ്ങളും ഞാൻ എന്തായാലും ഒരു വിലവെക്കണേ ശരിക്കും പറഞ്ഞു. അത്രയും എനിക്ക് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വന്നേക്കണത് അത് അത്രയും നിങ്ങൾ സൂക്ഷിച്ച് നമുക്കത് സമയം എടുത്തിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ഇവിടെ എന്താണ് നടന്ന സംഭവം? ചേട്ടൻ കണ്ടതാണോ കാര്യങ്ങൾ? നേരിട്ട് കണ്ട കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ തിരുവോസ്തിമേൽ ബ്ലഡായിട്ട് ആ കൊച്ചിൻ്റെ കൊടുത്ത കൊച്ചിൻ്റെ താഴത്തേക്ക് വീണു. അങ്ങനെയാണ് എല്ലാവരും കാണുന്നത്. അത് തന്നെ രണ്ടാമത് ഈ ആഴ്ചയിൽ കഴിഞ്ഞ ഞായറാഴ്ച ആവർത്തിച്ചു. ഈ ആഴ്ചയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസം ഒന്നിലധികം മൂന്നാമത്തെ പ്രാവശ്യം. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നലെ കണ്ടത് ശരിക്കും ഈശോൻ്റെ ശരീരം ബ്ലഡിൽ ഒഴിഞ്ഞിടക്കുന്ന ആ ഇതാണ് കണ്ടത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്. കുർബാനയുടെ സമയത്തായിരുന്നു കുർബാന ഇവിടെ രണ്ടാമത്തെ കുർബാനൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ കുർബാനക്ക് ഞങ്ങൾ ആദ്യത്തെ കുർബാനക്ക് വെച്ച് വന്നു. അപ്പോൾ രണ്ടാമത്തെ കുർബാനക്ക് ഞങ്ങൾ വന്നപ്പോൾ ഇത് ഞങ്ങൾ കുർബാന കൂടാനല്ല വന്നത്, ഇത് കാണാൻ വേണ്ടി വന്നു. ജനങ്ങളും മീഡിയയും എല്ലാം ഈ ഒരു വാർത്ത കേട്ടറിഞ്ഞ് ഈ പള്ളിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരിട്ട് ഈ ദിവ്യകാരുണ്യ അനുഭവം പങ്കുവെക്കുവാനും ഇടവക നിവാസികൾ വളരെയധികം ആകാംക്ഷയോടെ മുന്നോട്ട് വരുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് ഈ പള്ളിയിലുള്ളത്, വളരെ മനോഹരമാണ്. മാതാവിൻ്റെ വളരെ നല്ലൊരു ഗ്രോട്ടോയും ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ പള്ളി യൂണിറ്റ് സെക്രട്ടറിയും പിന്നെ വരാപ്പുഴ അതിരൂപതയുടെ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു ചേട്ടനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ചേട്ടാ, എന്തായിരുന്നു ഇവിടുത്തെ ആ ഒരു അത്ഭുതത്തെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാൻ? 2024 ജൂൺ 21-ാം തീയതിയാണ് ആദ്യം അവിടെ സംഭവിക്കുന്നത്. ആ കുട്ടിക്ക് ദിവ്യകാരുണ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലാണ് അത് സ്വീകരിച്ചത്. ആ സമയത്ത് കയ്യിൽ ബ്ലഡ് കണ്ടായിരുന്നു. അങ്ങനെ തന്നെ അടുത്തു നിന്ന് കാറ്റീസം ടീച്ചർ വികാരച്ചനെ അറിയിക്കുകയും അച്ഛനത് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്തു. അത് പ്രദർശനത്തിന് 1 മണിക്കൂർ സമയത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ കാണുന്നത് കർത്താവിൻ്റെ മുഖം പോലെ ഒരു ബ്ലഡിൻ്റെ ഒരു പടർപ്പാണ് നമ്മൾ കണ്ടത്. അത് രൂപതയിൽ നിന്നുള്ള അറിയിപ്പ് അനുസരിച്ചിട്ട് നമ്മളത് സക്രാരിയിൽ വെച്ച് കൂട്ടുകയും വികാരച്ചൻ അന്ന് വൈകുന്നേരം തന്നെ ധ്യാനത്തിന് പോയതുകൊണ്ട് സക്രാരിയിൽ തന്നെ അതിരുന്നു. രണ്ടാമത്തെ ഞായറാഴ്ച അതായത് 28-ാം തീയതി വീണ്ടും അതേ കുട്ടിക്ക് തന്നെ അത് രൂപതയിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നമ്മൾ നാവിലാണ് ദിവ്യകാരുണ്യം കൊടുത്തത്. അപ്പോൾ നാവിലും അത് തന്നെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അത് നമ്മളപ്പം തന്നെ രൂപതയിൽ അറിയിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അറിയിച്ചു കഴിഞ്ഞിട്ട് 12 മണി വരെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങൾ വന്ന് കാണുകയും ചെയ്തു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കാലത്ത്
രൂപതയുടെ വൈസ് ചാൻസലർ വന്നിട്ട് രൂപതയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഇന്നലെ ഞായറാഴ്ച അതേ കുർബാനയ്ക്ക് തന്നെ ആ കുട്ടിക്ക് തന്നെ ദിവ്യകാരുണ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടത് ഏതാണ്ട് ഹൃദയത്തിൻ്റെ ഒരു ആകൃതിയിലുള്ള ഒരു മാംസകഷ്ണമായിട്ടാണ് നമ്മളത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആ രൂപത്തിലാണ് നമുക്ക് കിട്ടിയത്. അത് എന്തായാലും അച്ഛനത് പൊതുദർശനത്തിന് വെച്ചിരുന്നു അൾത്താരയിൽ തന്നെ. വൈകുന്നേരം 4:45 വരെയും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് കാണുകയുണ്ടായിരുന്നു. 5 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ രൂപതാധ്യക്ഷൻ വന്നിട്ട് അത് അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ കെമിക്കൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത് രൂപതയിലേക്ക് അറിയിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യും. അതിന് ശേഷമേ നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ ഇടവകക്കാർക്കും നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം. ചേട്ടൻ ഈ 3 തവണയും കണ്ടായിരുന്നു? 3 തവണയും ഉണ്ടായിരുന്നു. അത് ശരിക്ക് ദിവ്യകാരുണ്യ അനുഭവം തന്നെയാണ്. സ്ഥിരീകരണം വന്നാല് ഔദ്യോഗികമായിട്ട് അതെ, അത് ഔദ്യോഗികമായിട്ട് ഇപ്പൊ ഞങ്ങള് പറഞ്ഞപ്പോ നിങ്ങളെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അതെ അതെ, ഡിക്ഷൻ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇതിനെക്കുറിച്ച് റിപ്പോർട്ടും തരില്ല എന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല, ഇതിപ്പോ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം അരമനയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അരമനയിൽ കൊണ്ടുപോയി ഇവർ ഇതിൻ്റെ ടെസ്റ്റും ഔദ്യോഗികമായ കാര്യങ്ങളിലൊക്കെ നിന്നും കൃത്യമായ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ അച്ഛൻ പറയുള്ളൂ എന്നാണ് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അച്ഛൻ ഇവിടെ വന്നിട്ട് 2 മാസമേ ആയുള്ളൂ എന്നാണ് പറയുന്നത്.